ചങ്കളെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മായിയമ്മ ഒരു സാധനം നമുക്ക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അമ്മായിയമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ഉമ്മനാണ്. അപ്പോൾ എന്തായാലും കൊടുത്തയച്ച സാധനം ചക്കയാണ് കേട്ടോ. ചക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടാത്തൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഒരു പെട്ടെന്നൊന്നും പോവാറില്ല. മാസങ്ങൾ കഴിയുമ്പോഴാണ് വൈഫിൻ്റെ വീട്ടിലേക്ക് പോവാറ്. ഈ പോകുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചക്ക, മാങ്ങ, തേങ്ങ ഒക്കെ നമ്മുടെ ഉമ്മ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ ഉള്ള സാധനമാണെങ്കിൽ പോലും അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളത് കൊണ്ടുവരും. കാരണം അവർക്കും സന്തോഷം, കൊണ്ടുവരാൻ നമുക്കും സന്തോഷം. ഇതൊക്കെ ഇവർ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു സന്തോഷങ്ങളാണ് അല്ലേ. എന്തായാലും എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും നല്ല ആരോഗ്യത്തോടുള്ള ആയുസ്, ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ചക്ക ഒന്ന് മുറിച്ച് നോക്കട്ടെ. പൊതുവേ മഴക്കാലത്ത് ചക്ക അധികം മധുരമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ, വെള്ളം കയറുമൊക്കെ പറയുന്നതൊക്കെ വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്കിത് കട്ട് ചെയ്യാനും വലിയ ഐഡിയ ഒന്നുമില്ല. വൈഫിന് അത്രയും ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും മുറിച്ച് നോക്കട്ടെ. നല്ല മഴയും പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വരിക്കച്ചക്കയാണെന്നാണ് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു പണിക്കാരനൊക്കെ വിളിച്ച് അങ്ങനെ ഇടിയിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ പോക്ക് പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനുണ്ടാവും. അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. എന്തായാലും നല്ല സെറ്റായിട്ടുള്ള ഒരു കാഴ്ചകൾ കിട്ടുക. ഇനി എന്തായാലും കഴിച്ച് നോക്കിയാലേ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് നമ്മുടെ കയ്യിലൊന്നും വിളന്ന് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കത്തിലൊക്കെ തേച്ച് നമ്മളിത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചക്ക നമ്മൾ ഇടയ്ക്കൊക്കെയാണ് നമുക്കിത് കിട്ടാറ്. നമുക്ക് പൊതുവേ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എവിടുന്നേലും കിട്ടുമ്പോഴൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഇഷ്ടമാണല്ലേ. ഇപ്പോൾ മാങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ചക്ക എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും വളരെ വലിയ ചുളയാണ് കേട്ടോ, നല്ല വലിയ ചുളയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ള. നല്ല പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മളിതാ കണ്ടില്ലേ, ഒന്നൊന്നര ചുളയാണ് കേട്ടോ. ഇതിങ്ങനത്തെ വലിയ ചുളയാണോയെന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ വളരെ സെറ്റാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. കാരണം നമ്മൾ വിചാരിച്ച മധുരമല്ല. ഇപ്പോൾ ഒരു 2-3 ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കൊണ്ടുവരാനുള്ള പ്രയാസം കാരണം നമ്മൾ വെറും 2 എടുത്തിട്ടുള്ളൂ. എന്തായാലും നമ്മളത് ഇങ്ങനെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമ്മളിങ്ങനെ മുറിച്ച് അതിൻ്റേതായിട്ടുള്ള നമ്മുടെ ചുളകൾ ഇങ്ങനെ പെറുക്കി നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ചങ്കളെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ വൈഫിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ ഉമ്മ നമുക്ക് കൊടുത്തയക്കാറുണ്ടോ? എന്തായാലും കമൻറ്റൊക്കെ ചെയ്തോളി. അപ്പോൾ ഇതാ നല്ല കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരമാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഒരു പൂതിയൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ എത്തിച്ചു തന്നിരുന്നു. പക്ഷേ എന്തായാലും നമുക്കതിനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതാ നല്ല ഏകദേശം നമ്മളൊരു പാത്രത്തിൽ അത്രയും സെറ്റാക്കിയിട്ട് നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉമ്മ നമുക്ക് സ്നേഹത്തോടെ തന്നെ അവരുടെ ആ ഒരു സ്നേഹം. എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ബായ്. എല്ലാവർക്കും നല്ല വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.